ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എനിക്ക് കുറേ നാളായിട്ട് ട്രേഡുകളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഓഫീസിൽ കുറേ അധികം തിരക്കുകളും കാര്യങ്ങളായിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. എനിക്കൊന്ന് 2 മന്ത്സ് മുമ്പെയാണ് ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു ട്രേഡും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പോയിട്ട് വൈകിട്ട് ഒരു 8 ആണ് വീടെത്തുന്നത് തന്നെ. അപ്പോൾ വേറെ ട്രേഡുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് എനിക്ക് വാച്ച് ചെയ്യാൻ മാത്രമേ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. ഈ മാസം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് 1 ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ബൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ കാര്യവും എങ്ങനെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാറ് ഒന്ന് നിൽക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ട്രംപ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പായിട്ടായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ജസ്റ്റ് വാച്ച് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് ഞാൻ ഫസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന ഈ ഒരു ലെവലിൽ എത്തിയപ്പോഴത്തേനും, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിന് മുമ്പുള്ള ഈ ഒരു ഇടത്തിലെത്തിയപ്പോഴത്തേനും ഞാനൊരു ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ബൈ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയൊരു ടാർഗറ്റൊന്നും അല്ലായിരുന്നു, ചെറിയൊരു ടാർഗറ്റും കാര്യങ്ങളായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ചിലായിരുന്നു ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതാവും, അതായത് എക്സിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ, ഒരു ഡേ ഹൈയുടെ ഈ ഒരു ലെവലിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്യും. ഏകദേശം എനിക്ക് തോന്നുന്നു 2.37 റിസ്ക് റിവാർഡ് റേഷ്യോയിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് അത്യാവശ്യം ഒരു ചെറിയൊരു പ്രോഫിറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ നാൾക്ക് ശേഷം ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രേഡ് നല്ലൊരു ഇത് കിട്ടിയത് വളരെ ഹാപ്പിയാണ്. എന്തായാലും ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ലൈവായിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നത്. ഈ ഒരു റേഞ്ചിൽ ഞാൻ ഇത് ബുക്ക് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ എൻ്റെ ടാർഗറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു. ജസ്റ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളും പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നാളെയും അത്യാവശ്യം ഒരു ബുള്ളിഷ് മൊമെൻ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എടുത്തു ചാടി നമുക്കിപ്പോൾ ട്രേഡൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ മാർക്കറ്റ് വാച്ചിങ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും എനിക്ക് തോന്നുന്ന ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യും. ഇവിടെ നിന്നൊരു റിവേഴ്സലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം വളരെ നല്ല രീതിയിലാണ് ഇപ്പം നിഫ്റ്റി ഡൗൺ ആയിരിക്കുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ഒരു പുൾ ബാക്ക് കാണും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അറിയത്തില്ല മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് അത് നോക്കി കാണാം. നാളത്തെ ട്രേഡും വിശേഷങ്ങളായിട്ട് നാളെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.